മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ കലാകാരനായിരുന്നു കലാഭവൻ നവാസ്. മിമിക്രി വേദികളിൽ നിന്നും തുടങ്ങി സിനിമാ ലോകത്ത് ചിരിയുടെയും ചിന്തകളുടെയും നിരവധി നിമിഷങ്ങൾ സമ്മാനിച്ച ആ കലാകാരന്റെ അപ്രതീക്ഷിത വിയോഗം മലയാള സിനിമാ ലോകത്തെ മാത്രമല്ല സാധാരണ പ്രേക്ഷകരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി. കലാരംഗത്തെ ഒരുപാട് പ്രഗത്ഭർക്കൊപ്പം പ്രവർത്തിച്ചും സ്വകാര്യ ജീവിതത്തിൽ പ്രണയവും അതിജീവിക്കാൻ കഴിഞ്ഞ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം, കല, കുടുംബം എന്നിവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അബൂബക്കർ എന്ന പ്രശസ്ത നടന്റെ മകനായി തൃശൂർ വടക്കാഞ്ചേരിയിൽ ജനിച്ച നവാസിന് ചെറുപ്പത്തിൽ തന്നെ കലയോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ പിതാവ്, ഭാര്യ രഹ്ന, സഹോദരൻ നിയാസ് ബക്കർ എന്നിവരെല്ലാം സിനിമാ രംഗത്ത് സജീവമായവരാണ്. ഒരു കലാകുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ നവാസിന് കലാരംഗത്തേക്ക് കടന്നു വരാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ബാല്യകാലം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ഈ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തിന്റെ കലാജീവിതത്തിന് കൂടുതൽ കരുത്ത് പകർന്നു. ജീവിതത്തിലെ വേദനകളെ ചിരിയിലൂടെ മറികടക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് മിമിക്രി എന്ന കലാരൂപത്തിലൂടെ സ്റ്റേജ് വേദികളിൽ നിറഞ്ഞു നിന്ന അദ്ദേഹം പിന്നീട് മിനി സ്ക്രീനിലെയും ബിഗ് സ്ക്രീനിലെയും പ്രിയപ്പെട്ട താരമായി മാറി. മിമിക്രിയാണ് കലാഭവൻ നവാസിനെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. കോട്ടയം നസീർ, അബി തുടങ്ങിയ പ്രഗത്ഭർക്കൊപ്പം നിരവധി വേദികളിൽ അദ്ദേഹം നിറഞ്ഞാടി. കലാഭവൻ എന്ന പ്രശസ്ത സ്ഥാപനത്തിൽ നിന്നാണ് അദ്ദേഹം കലാരംഗത്ത് സജീവമാകുന്നത്. കലാഭവന് ശേഷം സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം കൊച്ചിൻ ആർട്സിന്റെ ബാനറിൽ നിരവധി മിമിക്രി ഷോകൾ അവതരിപ്പിച്ചു. കേരളത്തിനകത്തും പുറത്തുമായ ഏകദേശം 500-ലധികം വേദികളിൽ അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു. അദ്ദേഹത്തിന്റെ ഹാസ്യവും അവതരണ ശൈലിയും പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചു. മിമിക്രിയിൽ നിന്ന് ലഭിച്ച ഈ ജനപ്രീതിയാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് എത്തിച്ചത്. ചെറിയ കഥാപാത്രങ്ങളിലൂടെ തുടങ്ങി പിന്നീട് മലയാള സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഓരോ കഥാപാത്രത്തെയും തന്റേതായ ശൈലിയിൽ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നവാസിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട അധ്യായമായിരുന്നു ഭാര്യ രഹനയുമായുള്ള പ്രണയവും വിവാഹവും. ഒരു പ്രണയ വിവാഹമായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ കഥ ഏറെ രസകരമായിരുന്നു. 2002 നടന്ന ഒരു സ്റ്റേജ് ഷോയിൽ വെച്ചാണ് അവർ ആദ്യമായി കണ്ടുമുട്ടുന്നത്. ഒരു കലാകാരൻ എന്ന നിലയിൽ നവാസ് ആ പരിപാടിയുടെ സംവിധായകനായിരുന്നു. ആ വേദിയിൽ വെച്ച് നടന്ന ഒരു സംഭവം അവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറി. രഹനയുടെ വാക്കുകളിൽ, ഒരു പരിപാടിയിൽ ഞാൻ ഡാൻസ് അവതരിപ്പിക്കുകയും അതിനുശേഷം ഒരു സ്കിറ്റിൽ അഭിനയിക്കേണ്ടിയും വന്നു. ഡാൻസ് കഴിഞ്ഞപ്പോൾ വസ്ത്രം മാറാൻ ശ്രമിച്ചെങ്കിലും അത് ഊരാൻ കഴിഞ്ഞില്ല. ഈ സമയത്താണ് കൽപ്പന ചേച്ചി എന്നെ സഹായിക്കാൻ വന്നത്. ചേച്ചി ഗർഭിണിയായിരുന്നിട്ടും ഒരു ബ്ലേഡ് ഉപയോഗിച്ച് എന്റെ വസ്ത്രം മുറിച്ചു തന്നു. ഈ സമയം സ്കിറ്റ് ആരംഭിക്കുകയും ഞാൻ വൈകി എത്തുകയും ചെയ്തു. സ്റ്റേജിൽ കാത്തു നിന്ന നവാസിക്ക എന്നെ കുറിച്ച് ഈ നായികയെ എടുക്കണ്ടായിരുന്നു, ഭയങ്കര ജാടയാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇത് കേട്ട് ഞാൻ ഓടി സ്റ്റേജിലേക്ക് കയറുകയായിരുന്നു. ദേഷ്യപ്പെട്ട നവാസിന്റെ മുഖമാണ് ഞാൻ ആദ്യം കണ്ടത്. ഈ സംഭവത്തെക്കുറിച്ച് നവാസ് പിന്നീട് തമാശയോടെ ഓർമ്മിച്ചിരുന്നു. എല്ലാവരും പൂവ് കൊടുത്ത് പ്രണയം തുടങ്ങുമ്പോൾ ഞാൻ ചീത്ത പറഞ്ഞാണ് രഹനയെ കണ്ടുമുട്ടിയത്. ആ കൂടിക്കാഴ്ച പിന്നീട് സൗഹൃദത്തിനും പ്രണയത്തിനും വഴിമാറി. ആ ഷോയ്ക്ക് ശേഷം അവർ തമ്മിൽ സംസാരിക്കുന്നതും സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്നതും പതിവായി. വീട്ടിൽ നവാസിന്റെ വിവാഹാലോചനകൾ നടക്കുമ്പോൾ രഹനയെക്കുറിച്ച് അദ്ദേഹം വീട്ടിൽ പറഞ്ഞു. 2 കലാകുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിച്ചപ്പോൾ വിവാഹത്തിന് വീട്ടുകാർ സമ്മതം മൂളി. അങ്ങനെ 3 വർഷത്തെ പ്രണയത്തിന് ശേഷം അവർ വിവാഹിതരായി. ജീവിതത്തിലും കലാരംഗത്തും സജീവമായി നിൽക്കുമ്പോഴായിരുന്നു നവാസിന്റെ അപ്രതീക്ഷിത മരണം. അദ്ദേഹത്തിന്റെ മരണം മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു. മിമിക്രി വേദികളിലും സിനിമയിലും ചിരിയുടെ പൂത്തിരി കത്തിച്ച ആ കലാകാരന്റെ വേർപാട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു വലിയ നഷ്ടമാണ്. കോട്ടയം നസീറിനെയും അബിയെയും പോലുള്ള സമകാലികരായ കലാകാരന്മാർക്കൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ജീവിതം സ്വപ്നങ്ങളും കഷ്ടപ്പാടുകളും അതിജീവനങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു. കലാഭവൻ നവാസ് എന്ന പേര് മലയാളികളുടെ മനസ്സിൽ എന്നും ചിരിക്കുന്ന ഒരു മുഖമായി നിലകൊള്ളും. അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ, മിമിക്രി വേദികളിൽ ചിരിയുടെ ലോകം സൃഷ്ടിച്ച നിമിഷങ്ങൾ എല്ലാം ഒന്ന് ഓർമ്മിക്കപ്പെടും. കലാഭവൻ നവാസ് നമ്മെ വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ കലാരൂപങ്ങൾ നമ്മോടൊപ്പം എന്നും നിലനിൽക്കും. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം.